യേശുവിലൂടെ നവജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ചുങ്കക്കാരൻ ലേവിയെ കർത്താവ് വിളിക്കുന്നു. 3 ചിന്തകളാണ് സുവിശേഷം. 1. മുൻവിധികളെ വെല്ലുവിളിക്കുന്ന യേശു. അവൻ ലേവിയെ വിളിക്കുകയും അവൻ്റെ മാനുഷിക കഴിവുകളിലേക്കും അന്തസ്സിലേക്കും അവനെ ഉയർത്തുകയും ചെയ്യുന്നു. മുൻവിധികൾ യഹൂദ നിയമ സംവിധാനത്തെയും ആചാരങ്ങളെയും കണക്കാക്കി നടത്തിയിരുന്ന ഒരു ജനതയോട് കർത്താവ് പറഞ്ഞു, ദൈവത്തെ ഒരുവന് ആത്മാർത്ഥമായി സ്നേഹിക്കണമെങ്കിൽ അവൻ തന്നെ മനസ്സിലാക്കണം. തന്നിലുള്ള ദൈവത്തെ, തൻ്റെ അരികെയുള്ള ദൈവത്തെ, തനിക്കായുള്ള ദൈവത്തെ ബോധ്യപ്പെടുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോംവഴി. യേശുനാഥൻ അവനിലെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നു. അവനിലെ ജോലിയെയോ അവനെക്കുറിച്ചുള്ള വാക്കുകളെയോ അന്നത്തെ ആചാരങ്ങളെയോ യേശു നോക്കുന്നില്ല. കാരണം അത് യേശുവിൻ്റെ കാഴ്ച ആയിരുന്നില്ല. യേശുവിൻ്റെ കാഴ്ച പാപികളോടും അവരിലുള്ള ദൈവ സാന്നിധ്യങ്ങളോടും ആയിരുന്നു. ക്ഷമയുടെ വിരുന്നുമേശയിൽ യേശുവിനോടൊപ്പം ഇരിക്കാൻ ലേവി പണമേശ വിട്ടു. യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ കാതൽ കരുണയാണ്. മുൻവിധികളിൽ ജീവിക്കാതെ ക്രിസ്തുവിൻ്റെ കരുണയിൽ ജീവിക്കുവാനുള്ള കാലമാണ് നോമ്പുകാലം. 2. ഉള്ളിൽ നിന്നുമുള്ള ക്രിസ്തുവിൻ്റെ സുവിശേഷം. പുറത്തുനിന്ന് ഒന്നും ഒരുവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ സമ്പൂർണതയിൽ ലോകത്തിൻ്റെ മറ്റുള്ളവരുടെയും അഭിപ്രായങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒന്നും ക്രിസ്തുവിനെ ബാധിക്കുന്നില്ല. പുറമേ ഉള്ളത് മാത്രം നോക്കി ആത്മീയത അളന്നിരുന്ന നിയമജ്ഞരും ഫരിസേയരും അവനിൽ അത് ഉളവാക്കുവാൻ പരിശ്രമിക്കുമ്പോഴും ക്രിസ്തു ഉള്ളിൽ നിന്നും തൻ്റെ സുവിശേഷ ദൗത്യം സ്നേഹത്തിൻ്റെ നിറവിൽ പകർന്ന് നൽകുകയാണ്. ലേവിയെ വിളിക്കുന്നതിലൂടെ കർത്താവ് ചെയ്തത് ഈ പ്രവൃത്തിയാണ്. കർത്താവ് പറഞ്ഞു, നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവിക നീതിയിൽ നിന്ന് ലേവിയെ കർത്താവ് വിളിച്ച് നീതിമാനാക്കി തീർക്കുന്നു. ഉള്ളറിയാത്ത നിന്റെ ജീവിതയാത്രയിൽ നിന്റെ ഉള്ളറിയുന്ന ദൈവം തൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ അന്തരംഗത്തെ നമുക്ക് പകർന്നേകുന്നതാണ് ക്രിസ്തുവിൻ്റെ ഇടപെടൽ. അതാണ് ചുങ്കക്കാരനായ ലേവിക്ക് കർത്താവ് നൽകിയത്. 3. ക്രിസ്തുവിലൂടെയുള്ള കടന്നുപോക്ക്. കൊരിന്തോസുകാർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. പഴയതിൽ നിന്നും പുതിയതിലേക്കുള്ള യാത്രയാണ് ക്രിസ്തു അനുഭവം. ചുങ്കക്കാരനിൽ നിന്നും സുവിശേഷകനിലേക്കുള്ള കവാടമായിരുന്നു ലേവിയെ സംബന്ധിച്ചിടത്തോളം യേശുനാഥൻ. ക്രിസ്തു പെസഹായ്ക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ക്രിസ്തുവിലൂടെ നമ്മുടെ പുതിയതിലേക്ക്, അഥവാ പഴയ ജീവിതത്തിൽ നിന്നും പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശു വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു, സാദരം ക്ഷണിക്കുന്നു, സന്നിധി അണയാൻ. ഞാൻ വിളി കേട്ടു, എന്നുള്ളം തുടിച്ചു, മാറോടു ചേർത്തു മകനായി തീർത്തു, മാറോടു ചേർത്തു മകനായി തീർത്തു. യേശു വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു.
അവൻ വന്നു. വെയിലേറ്റു ഞാൻ തളർന്നു, തണലേകി അവൻ നിന്നു. ഇരുളിൽ ഞാൻ തടഞ്ഞു, വെളിച്ചമായവൻ വന്നു. ദിശ മാറി ഞാൻ നടന്നു, അടയാളമേകി അവൻ മറഞ്ഞു, അടയാളമേകി അവൻ മറഞ്ഞു. യേശു വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു. തിന്മയിൽ വീഴാതെ രക്ഷകനായണഞ്ഞു, ദുഃഖങ്ങളേൽക്കാതെ പരിരക്ഷണം തന്നു. ഇരവിലും പകലിലും എന്നെ വഴി നയിച്ചു, എൻ മാർഗദർശിയാ. കാരുണ്യവാനാം നല്ലിടയൻ, കാരുണ്യവാനാം നല്ലിടയൻ. യേശു വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു, സന്നിധി അണയാ. ഞാൻ വിളി കേട്ടു, എന്നുള്ളം തുടിച്ചു. മാറോടു ചേർത്തു മകനായി തീർത്തു, മാറോടു ചേർത്തു മകനായി തീർത്തു. യേശു